നമസ്കാരം. വാക്ടോപ്പിയ, വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ വാക്ക് ഓണം അഥവാ തിരുവോണം. നമ്മുടെ ഭാഷയിൽ അഗ്നിപുരാണത്തിലാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അഗ്നിപുരാണത്തിൽ ഓ എന്ന അക്ഷരത്തിന് ബ്രഹ്മാവ് എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. നം എന്ന അക്ഷരത്തിന് നിഷ്കർമ്മം എന്നും നിശ്ചയം എന്നും അർത്ഥം കാണും. ചുരുക്കത്തിൽ ഓണം എന്ന വാക്കിന്റെ അർത്ഥം ബ്രഹ്മാവിനാൽ നിശ്ചയിക്കപ്പെട്ടത് എന്നാണ്. ബ്രഹ്മാവിനാൽ നിശ്ചയിക്കപ്പെട്ട പുണ്യദിനമാണ് ഓണം. ഓണത്തിന് നമ്മൾ ആദരസൂചകമായി തിരു ചേർക്കുമ്പോൾ തിരു ഓണം ആയി മാറി. അതാണ് നമ്മുടെ മലയാളിയുടെ പ്രിയപ്പെട്ട തിരുവോണം. നമുക്കറിയാം, ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ 10 ദിവസമാണ് തിരുവോണം വരെയുള്ള നാളുകളാണ് തിരുവോണാഘോഷമായി കേരളീയർ ലോകം മുഴുവനും മലയാളി ഉള്ളിടത്ത് മുഴുവൻ ആഘോഷിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാചീന കാലഘട്ടത്തിൽ ഓണാഘോഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഭാരതത്തിലെ വാമനക്ഷേത്രമായ ഏക വാമനക്ഷേത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ ഓണാഘോഷത്തിന്റെ തുടക്കമുണ്ടായി എന്നാണ് പ്രാചീന ചരിത്രം പറയുന്നത്. അതായത് കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ, ഓർമ്മിക്കണം, കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ വരെയുള്ള 28 ദിവസമായിരുന്നു പ്രാചീന കാലഘട്ടത്തിലെ ഓണാഘോഷം. ആ സമയത്ത് കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും ഓരോ നാട്ടിൽ നിന്നും നമ്മുടെ എറണാകുളത്തെ തൃക്കാക്കരയപ്പന്റെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. കർക്കിടകത്തിലെ തിരുവോണം നാൾ മുതൽ ഈ ആഘോഷം ഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് 28 ദിവസത്തിന്റെ സമാപന ദിവസമായിട്ടുള്ള ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ 10 ദിവസം വരെ സമാപന ചടങ്ങായി ഏറ്റവും ഗംഭീരമായി ഓണാഘോഷം നടന്നു. ആ സമയത്ത് എല്ലാ ജനങ്ങളും, ആബാലവൃദ്ധ ജനങ്ങളും തൃക്കാക്കര ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി അവിടെ വലിയ പൂക്കളമൊരുക്കി തൃക്കാക്കരയപ്പന്റെ രൂപം അവിടെ സൃഷ്ടിച്ച് ആ രൂപത്തിന്റെ മുമ്പിൽ 10 നിരയുള്ള പൂക്കളം ഒരുക്കി. ഈ 10 നിര എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ 10 അവതാരമാണ്. ഇത് വ്രതചൂടാമണി എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത് വാമനമൂർത്തിയാണ്. മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. വാമനന് ഒരു സവിശേഷതയുണ്ട്. വിഷ്ണുവിന്റെ മറ്റ് അവതാരങ്ങൾ, ആദ്യത്തെ അവതാരം മത്സ്യമാണ്, 2ാമത്തെ അവതാരം കൂർമ്മം, 3ാമത്തത് വാരാഹം അഥവാ പന്നിയാണ്, 4ാമത്തത് നരവും സിംഹവും ചേർന്നിട്ടുള്ള നരസിംഹമാണ്, 5ാമത്തെ അവതാരമാണ് മനുഷ്യനായിട്ട് പിറക്കുന്നത്. അതും ചെറിയ മനുഷ്യനായിട്ട് പിറക്കുന്നു. അങ്ങനെ മനുഷ്യാവതാരത്തിലേക്കെത്തുന്ന മഹാവിഷ്ണുവിനെ ഓർമ്മിച്ചുകൊണ്ട്, വാമനനെ ഓർമ്മിച്ചുകൊണ്ട്, അവിടെ മഹാബലിയെയും സ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തിരുവോണം കടന്നു വരുന്നത്. ഈ തിരുവോണ നാളിൽ നമുക്ക് മഹാനായ മഹാബലിയെയും അതുപോലെ തന്നെ മഹാബലിയെ എക്കാലവും നമ്മുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചിട്ടുള്ള മഹാവിഷ്ണുവിന്റെ വാമനാവതാരത്തെയും നമിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വാക്ടോപ്പിയ വീണ്ടും കാണും.